കണ്ണടക്കട്ടാ, സർപ്രൈസ് വരും കേട്ടോ അമ്മ. തുറക്കരുതേ. എന്താ ഈ ഒരു സന്തോഷം കാണാൻ വേണ്ടി മാത്രം നമ്മൾ ചെയ്ത ക്രാഫ്റ്റ് ആട്ടത്. ആദ്യം തന്നെ ഒരു ലബൂബുനെ വരച്ചിട്ടുണ്ട്. അതിപ്പോ എന്താ തേക്കാന്ന് എനിക്ക് തന്നെ മനസ്സിലായിട്ടില്ല. നമ്മുടെ വരതുട്ടിയുടെയും പിന്നെ എന്റെ അനിയത്തി നന്ദനയുടെയും ഒരൊറ്റ നിർബന്ധത്തിന്റെ പുറത്തുണ്ടാക്കിയതാണ് ഈ ലബൂബുനെ. പിള്ളേരെന്തെങ്കിലും ആഗ്രഹിച്ചാലും നമ്മളെ കൊണ്ട് പറ്റുന്നതാണെങ്കിലും നടത്തി കൊടുക്കണം എന്നല്ലേ. ഇതിപ്പോ എന്നെ കൊണ്ട് പറ്റുമെന്ന് ഒരു ഉറപ്പും ഇല്ലാണ്ട് ഞാൻ ചാടി പുറപ്പെട്ട ക്രാഫ്റ്റ് ആട്ടത്. റീസൺ നമ്പർ 1, ഞാൻ ക്ലേ വെച്ച് ആദ്യമായിട്ടാണ് ക്രാഫ്റ്റ് ചെയ്യുന്നത്. റീസൺ നമ്പർ 2, ഈ ക്ലേ ഞാൻ തന്നെ ഉണ്ടാക്കിയതാണ്. വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ കോൾഡ് പോഴ്സലിൻ ക്ലേ ആണ് കേട്ടത്. പഠിച്ചോനെ നിങ്ങൾ കാത്തോളീൻ എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഇവനെ പണിയാനായിട്ട് തുടങ്ങിയത്. ലബൂബുവിനെ പിന്നെ ആർക്കും പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ലല്ലോ. ആളെല്ലാവർക്കും നന്നായിട്ട് അറിയാലോ. ആള് വന്നിട്ടൊരു പാവയാണ്, വെറും പാവയല്ല, ഒരു കുട്ടി രാക്ഷസൻ. ആ കൺസെപ്റ്റ് എനിക്ക് തീരെ പിടിച്ചില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ എന്റെ ലബൂബുവിന് ഞാൻ തലയിൽ ഒരു കുഞ്ഞു പൂവും കഴുത്തിൽ ഒരു ബോയും ഒക്കെ വെച്ചു കൊടുത്ത രാക്ഷസ പരിവേഷം കുറച്ചിട്ടുണ്ട് കേട്ടോ. ലബൂബുവിന്റെ വില അറിഞ്ഞപ്പോഴാണ് ഞാൻ ആളെ കുറിച്ച് കൂടുതൽ സെർച്ച് ചെയ്ത് നോക്കിയത്. ചെറിയൊരു വാക്ക് തന്നെ 2000 രൂപ മുതലാണ് അത്ര വില. എന്താണ് ഇത്ര വിലയെന്നൊന്നും അറിയണമല്ലോ. നോക്കിയപ്പോൾ വേറൊന്നുമല്ല, അതിന്റെ പ്രൊഡക്ഷൻ ലിമിറ്റഡ് ആണ്. ഇപ്പോൾ ഡിമാൻഡ് ഭയങ്കര കൂടുതലാണ്. അത് മാത്രമല്ല അതിലൊരു സർപ്രൈസിങ് ഫാക്ടറും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഓർഡർ ചെയ്യുന്ന കളർ ആയിരിക്കില്ല കിട്ടുന്നത്. കയ്യിൽ കിട്ടുമ്പോഴേ കളർ ഏതാണെന്ന് നമുക്ക് അറിയാൻ പറ്റുള്ളൂ. അത്ര ഇനിയിപ്പോൾ ഇത്രയൊക്കെ പൈസ കൊടുത്ത് വാങ്ങിയിട്ട് അതുകൊണ്ട് എന്താ ഇപ്പോൾ പ്രയോജനം? പ്രത്യേകിച്ചൊന്നുമില്ല, വല്ല ബാഗിലോ മറ്റോ കീ ചെയിനായിട്ട് ഇടാം, അത്ര തന്നെ. നമ്മൾ പിന്നെ അതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. അതൊക്കെ ബിസിനസ്സായി, ബിസിനസ് സ്ട്രാറ്റജിയായി. നമുക്ക് അതേപോലെ ഒന്നിനെ എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളതാണല്ലോ നമ്മുടെ പ്രശ്നം. കഥ പറഞ്ഞിരുന്നപ്പോഴത്തേക്കും നമ്മുടെ ലബൂബിന്റെ പണി ഏകദേശം തീരാറായി കേട്ടോ. എന്തായാലും ഇതുണ്ടാക്കാൻ എന്നെ നിർബന്ധിച്ച കുരുപ്പുകൾക്ക് ഒരു നന്ദിയുണ്ട്. കാരണം ഞാൻ വിചാരിച്ച അത്ര പ്രശ്നക്കാരനല്ല ക്ലേ. നമ്മുടെ കൈപ്പിടിയിലും ആൾ ഒതുങ്ങി കിട്ടും. അപ്പൊ ഇനി ഇതുപോലുള്ള ക്ലേ വെച്ചിട്ടുള്ള ക്രാഫ്റ്റുകൾ നമുക്ക് കാണാമെന്നർത്ഥം. നമ്മുടെ ലബൂബിനെ ഉണ്ടാക്കി 3-4 ദിവസം കഴിഞ്ഞിട്ടാട്ടോ ഞാൻ പെയിന്റ് ചെയ്തത്. അപ്പോഴത്തേക്കാണ് നമ്മുടെ ക്ലേ നന്നായിട്ടൊന്ന് ഉണങ്ങി തുടങ്ങിയത്. അമ്മ പിങ്ക് ഷെയ്ഡിലുള്ള ലബൂബിന് ഉണ്ടാക്കി തരണമെന്നായിരുന്നു വരദൂട്ടിയുടെ ആവശ്യം. അപ്പൊ പിന്നെ അത് തന്നെ നമ്മളങ്ങ് ചെയ്തു. സംഭവം കളറും ചെയ്ത് കണ്ണും മൂക്കും കുഞ്ഞി രാക്ഷസ പല്ലൊക്കെ വെച്ചു കൊടുത്തപ്പോഴത്തേക്കും നമ്മുടെ ലബൂബിന്റെ ലുക്ക് ഏകദേശമൊക്കെ വന്നിട്ടുണ്ടല്ലേ. ഞാൻ വിചാരിച്ചത്ര പ്രശ്നമൊന്നും ആയില്ല. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഇതാണ് നമ്മുടെ ലബൂബിന്റെ ഫൈനൽ ലുക്ക്. ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്തേക്കണം, സജഷൻസ് ഒക്കെ ഒന്ന് കമന്റ് ചെയ്തേക്കണം. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. മറ്റൊരു അടിപൊളി വീഡിയോയുമായി ഉടനെ കാണാമെന്ന പ്രതീക്ഷയോടെ തൽക്കാലത്തേക്ക് വിടാം.